എൻ്റെ സ്ഥലം പാലാ രൂപതയാണ്. പാലാ രൂപതയിലെ വേലനിലം പറയും, മുണ്ടക്ക എടുത്ത് കൂട്ടിക്കൽ തേനമാക്ക് വേണ്ടി. കഴിഞ്ഞ തൈല് പിന്നെ കഴിഞ്ഞ വർഷം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒക്ടോബറിൽ ഇവിടെ വന്ന് പഠനം തുടങ്ങിയതേ ഉള്ളൂ. ബൈബിള് പഠിക്കുന്നു ഇവിടെ. ബേത്ലഹേമിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ, ബേത്ലഹേമിനെ കുറിച്ച് 12 കാര്യം ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിലേക്ക് CC മാസികയ്ക്ക് വേണ്ടി എഴുതിയ ഒരു ആർട്ടിക്കിളാണ്, വായിക്കാം. ജെറുസലേമിന് 8 കിലോമീറ്റർ തെക്ക് യൂദാ മരുഭൂമിയുടെ അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയോര പട്ടണമാണ് ബേത്ലഹേം. ജെറുസലേമിനെ അപേക്ഷിച്ച് എല്ലാ വിധത്തിലും ആയിരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ ബെയ്ത്ത് ലഹം എന്നാൽ യുദ്ധദേവനായ ലഹുമൂന്റെ ഭവനം എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പത്തിന്റെ ഭവനത്തിൽ ജീവന്റെ അപ്പം, യുദ്ധദേവന്റെ ഭവനത്തിൽ സമാധാനത്തിന്റെ രാജാവ് ജനിക്കുന്നു. അതാണ് ബേത്ലഹേമിന്റെ പ്രത്യേകത. രാജ്യത്തിന് ചുറ്റോട് ചുറ്റും ഇത്രയും ഉയരത്തില് മതിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരവും ഇസ്രായേൽ രാജ്യത്തായിരുന്നു. ഈ മതിൽ കടക്കുന്നതോടുകൂടി നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുക. അപ്പുറത്തെ വഴിയിൽ പോകാനായിട്ട് തീരുമാനിക്കുന്നു. This is the church that was built by Queen Helena in 323 AD. And inside this church we have the cave where Jesus was born. In the exact place where Jesus was born, we have a star with 14 branches, which stands according to the Bible for the 14 generations. That goes all the way from the time of Abraham to the time of David, we have 14 generations. Then from the time of David to from the captivity of Babylon, we have another 14 generations. And from the captivity of Babylon to the birth of Jesus, we have another 14 generations. That's why they made actually a star in the exact place where Jesus was born. When we go inside now, I'll show you mosaic dating back to the time of Queen Helena when she built this church. And then we go all the way down to the cave where Jesus was born. Okay? When we'll be there, you can bend down all the way underneath the altar where you see the star with the 14 branches. Right in the middle of the star there is a hole where you can touch the original dead prophet, the body of Jesus, the baby Jesus was laid that day. And this is the at the time of the all came from all over the region, all the way to the city of Judea. And Mary and Joseph, they came from Nazareth all the way over here. And Virgin Mary gave birth to our Lord in the cave which is inside the name of the Prophet. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ, മണ്ണിലും വിണ്ണിലും മന്ദഹാസം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പിറക്കുകയായി പാതിരാവിൻ മഞ്ഞേ ചീറനായി പാരിന്റെ നാഥൻ പിറക്കുകയായി പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയാ ഇവിടെ എത്തി ഗുഹയിൽ കടന്ന് വന്നിച്ച് വിവാഹം ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മളലങ്കരിച്ചു ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മളലങ്കരിച്ചു വീഞ്ഞു പകരുന്ന മഞ്ഞിൽ മുങ്ങി വീണ്ടും മനസ്സുകൾ പാടി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി പിന്നിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മളലങ്കരിച്ചു ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മളലങ്കരിച്ചു വീഞ്ഞു പകരുന്ന മഞ്ഞിൽ മുങ്ങി വീണ്ടും മനസ്സുകൾ പാടി ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു